ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു ബെസ്കപ്പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന XUV300 മോഡലിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ്. അതിൻ്റെ കുറച്ച് സ്പൈ ഷോട്ട്സ് ഇപ്പോൾ നമുക്ക് റോഡിലൊക്കെ വിസിബിൾ ആയിട്ടുണ്ട്. അതായത് കുറച്ച് ടെസ്റ്റിംഗ് മ്യൂൾസ് ഈ ഒരു വാഹനത്തിന് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സ്പോട്ട് ചെയ്യപ്പെട്ട വേരിയൻറ്റ് മേ ബി അത് സ്പോർട്സ് മോഡൽ ആവാനാണ് സാധ്യത. XUV300യുടെ ഒരു സ്പോർട്സ് വേരിയൻറ്റ് 2020 ഓട്ടോ എക്സ്പോയിൽ മഹീന്ദ്ര ഷോക്കേസ് ചെയ്തിരുന്നു. ഈ ഒരു മോഡലാണ് സ്പൈ ചെയ്യപ്പെട്ടത്. ഇതിൽ വിഷ്വലി കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ലെങ്കിലും അലോയ് വീൽസിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അലോയ് വീൽസ് ഓൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അലോയ് വീൽസിൻ്റെ കളർ ടോപ്പ് മോഡലുകൾ, അതായത് സാധാരണ XUV300 മോഡലിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വരുന്നത് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് ഫിനിഷിൽ വരുന്ന അലോയ്സ് ആണ്. പക്ഷേ ഇതിൽ ഓൾ ബ്ലാക്ക് തീമിലാണ് അലോയ്സിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഈ ഒരു മോഡൽ വരാനുള്ള സാധ്യതയില്ല. ഇനി ഫേസ് ലിഫ്റ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് എന്നിരിക്കാം. പക്ഷേ എന്നാലും കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വരില്ല. കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. ഇനി സ്പോർട്സ് മോഡലിൽ വരാൻ പോകുന്നത് ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ XUV300 വരുന്ന എഞ്ചിൻ 110 PS പവറും 200 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി ഒരു സ്പോർട്സ് വേരിയൻ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ 20 PS മോർ പവറും 30 Nm ടോർക്ക് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 130 PS പവറിലേക്ക് അത് അപ്ഡേറ്റ് ആവും. ടോർക്കിലേക്ക് വരുമ്പോൾ 230 Nm ടോർക്കും അതിലേക്ക് അപ്ഡേറ്റ് ആവും. ഓവറോൾ നോക്കാനാണെങ്കിൽ സ്പോർട്സ് മോഡലിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കുറച്ച് റെഡ് ആക്സൻസ് കൊടുക്കും, എക്സ്റ്റീരിയറിലും കുറച്ച് റെഡ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും. അത് അവർ ഷോക്കേസ് ചെയ്ത മോഡൽ പോലെയൊക്കെ തന്നെ ഏകദേശം അതുപോലെ ഇരിക്കും. ഇപ്പോൾ XUV300 എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു കോമ്പാക്റ്റ് SUV ആണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് SUV. അത് ഡീസലിൻ്റെ കാര്യത്തിലാണെങ്കിലും പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പെട്രോളിൻ്റെ കാര്യത്തിൽ ആക്ച്വലി വേറെയും പവർഫുൾ ആയിട്ടുള്ള വേറെ കുറച്ച് വാഹനങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളും ടോർക്കി ആയിട്ടുള്ളത്. ഇതിൽ വരുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ 115 PS പവറും 300 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത്രയും പവർ ഫിഗേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കയറ്റം കയറാനാണെങ്കിലും ഈ ഒരു വാഹനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കയറ്റം കണ്ടാൽ ഇവൻ പറന്ന് കയറും. അതാണ് 300 Nm ടോർക്ക് കൊണ്ട് ഈ ഒരു വാഹനത്തിനുണ്ടാകുന്നൊരു ഗുണം. ഇനി നമുക്ക് പെട്ടെന്ന് നിർത്തിയെടുക്കാനാണെങ്കിലും യാതൊരു രീതിയിലുള്ള ലാഗും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡീസൽ എഞ്ചിന് ഉണ്ടാവില്ല. പെട്രോൾ എഞ്ചിൻ ഒബ്വിയസ്ലി ചെറിയ ലാഗ് ഉണ്ടാവും. പക്ഷേ എന്നാലും ടോർക്ക് ഫിഗേഴ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മികച്ച ടോർക്ക് ഔട്ട്പുട്ട്സ് തന്നെയാണ് ഒരു പെട്രോൾ എഞ്ചിൻ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നത്. സോ ഓവറോൾ ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഓടിക്കാൻ നിങ്ങൾക്ക് രസമുള്ള ഒരു വാഹനമാണ് വേണ്ടതെങ്കിൽ ഇപ്പോഴും XUV300 ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, എന്നാലും 7.95 lakhsലാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഓക്കെ പ്രൈസാണ്, അതായത് ഒരു ഡീസൻറ്റ് പ്രൈസാണ്. പല വാഹനങ്ങളുടെയും പ്രൈസ് 6.99 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 7 lakhs അറൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ആസ്പെക്ട്സ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു മികച്ച വാഹനം തന്നെയാണ് XUV300. ഇതിൻ്റെ സ്പോർട്സ് മോഡൽ ഇറങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന മറ്റൊരു മോഡൽ കൂടിയായിരിക്കും അത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള കോമ്പാക്ട് SUVസിൻ്റെ പെട്രോൾ ടെർബോ എഞ്ചിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിക്ക വാഹനങ്ങളിലും ആക്ച്വലി നെക്സോണിലും XUV300ലും 1.2 ലിറ്റർ ആണ് വരുന്നത്. മാഗ്നൈറ്റിലും കൈഗറിലും 1 ലിറ്റർ ആണ് വരുന്നത്. ഇതിൽ ഇക്കോസ്പോർട്ടിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ് വരുന്നത്. അതും അത്യാവശ്യം പവർഫുൾ ആണെങ്കിലും അതിന് മൈലേജ് കുറച്ച് കുറവാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ടെർബോ എഞ്ചിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് മൈലേജ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നമ്മൾ ഹൈവേയിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ക്രൂസ് കൺട്രോളും ഇട്ട് പോകുകയാണെങ്കിൽ മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു ടെർബോ എഞ്ചിനുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷേ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾക്ക് കമ്പാരിറ്റീവ്ലി പവർ ആയിരിക്കില്ല, ആക്ച്വലി അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും. ഡീസലും ഈ ഒരു വാഹനത്തിന് അങ്ങനെ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഫ്യൂൽ എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ്, പക്ഷേ പവർഫുൾ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് ബാക്കിയുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ദാറ്റ്സ് ഓക്കെ. സോ ഓവറോൾ എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു വാഹനം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ്. ബിക്കോസ് ഈ ഒരു വാഹനത്തിലും ഇതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഓഫർ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിലും ഈ ഒരു സെഗ്മെൻറ്റിലും ഈ ഒരു വാഹനത്തിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചറിനും കോ പാസഞ്ചറിനും, അതായത് ഡ്രൈവറിനും കോ പാസഞ്ചറിനും അവർക്ക് വേണ്ട ടെമ്പറേച്ചർ എയർ കണ്ടീഷനിങ്ങിന് സെറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എയർ കണ്ടീഷനിങ്ങിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യത്തിൽ അടി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു പക്ഷേ പല സാഹചര്യങ്ങളിലും കോ പാസഞ്ചേഴ്സിന് വേണ്ട എയർ കണ്ടീഷനിങ് ആയിരിക്കില്ല ഡ്രൈവറിന് വേണ്ടത്, ഡ്രൈവറിന് വേണ്ടതായിരിക്കില്ല കോ പാസഞ്ചേഴ്സിന് വേണ്ടത്. അതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ കൂടിയാണ്. അതുമാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് കാറാണ് XUV300. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആണ്. അതിന് പുറമെ ടോപ്പ് വേരിയൻറ്റുകളിൽ 7 SRS എയർ ബാഗ്സും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആണ്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം 6 എയർ ബാഗ്സും 2 എയർ ബാഗ്സും ആണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ XUV300 7 SRS എയർ ബാഗ്സ് വരെ മാക്സിമം ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലായ സ്പോർട്സ് വേരിയൻറ്റും ഉടനെ തന്നെ മഹീന്ദ്ര അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു വേരിയൻറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഡ്രൈവേഴ്സ് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് നമ്പറിൽ നിർത്തേണ്ട ഒരു വാഹനം ഇതായിരിക്കും. ഈവൻ ദോ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കുറച്ചും കൂടി ഒരു വാഹനത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആക്ച്വലി സ്റ്റിയറിംഗിൽ പ്ലേ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിയറിംഗ്
പക്ഷേ ഡീസൻറ്റ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫോർഡ് ഇക്കോസ്പോർട്ടൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് മഹീന്ദ്ര ഈ ഒരു വാഹനത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് സ്പോർട്സ് വേരിയൻ്റ് ഒക്കെ വരുമ്പോഴേക്കും ഇമ്പ്രൂവ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. ക്യാബിൻ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും വീൽ ബേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി അലോയ്സിൻ്റെ ഡിസൈനിലാണെങ്കിൽ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റാണ്. ഇനി ക്യാബിൻ സ്പേസ് ആണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ക്യാബിൻ സ്പേസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനം XUV 300 ആണ്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ബൂട്ട് സ്പേസിൻ്റെ കൂടുതൽ ആവശ്യമില്ലെങ്കിൽ. ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്, 258 ലിറ്റേഴ്സിന് ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലഗേജ് സ്പേസ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലും സ്പോർട്ട് വേരിയൻറ്റും അല്ലെങ്കിൽ സ്പോർട്സ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അപ്കമിങ് 5 മന്ത്സിനുള്ളിൽ തന്നെ ഈ ഒരു വേരിയൻറ്റിൻ്റെ ലോഞ്ച് വരുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ്, ചെറിയൊരു മൈനർ ഫേസ് ലിഫ്റ്റും ഉടനെ തന്നെ മഹീന്ദ്ര ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ മഹീന്ദ്ര XUV 300യുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് പറയുന്നില്ല, ഒരു ക്വിക്ക് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ റിവ്യൂ ആയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.